നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. കേരള സമാജം കൊർത്താലിം കുടുംബസംഗമവും രക്തദാന ക്യാമ്പും നവംബർ 1-ന്. കേരള സമാജം കൊർത്താലിം കേരള പിറവി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നവംബർ 1-ന് കുടുംബസംഗമവും രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗദറിനൊപ്പം തന്നെ കേരള പിറവിയും ആഘോഷിക്കും. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികളും കുടുംബങ്ങൾക്കായി രസകരമായ ഗെയിമുകളും ഉൾപ്പെടെ നിരവധി പരിപാടികൾ ദിവസം മുഴുവൻ നടക്കും. തുടർന്ന് GMC ബ്ലഡ് ബാങ്ക് ബാംബോളിമിൻ്റെ സഹകരണത്തോടെ കൊർത്താലിം പഞ്ചായത്ത് ഹാളിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ക്യാമ്പ് കൊർത്താലിം സർപഞ്ച് ശ്രീമതി ഉജ്ജ്വല നായിക്ക് രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് പ്രസിഡന്റ് സുനിൽ V. നായർ, സെക്രട്ടറി ശ്രീജിത്ത് ബാബു, ട്രഷറർ ഷീബ ദാസ് എന്നിവരാണ്. രക്തദാന ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ അക്ഷയ് സുനിലാണെന്നും സംഘാടകർ അറിയിച്ചു. കർഷകർക്ക് ധനസഹായം. ഷേത്കർ ആധാർ നിധി പദ്ധതി വഴി നഷ്ടപരിഹാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായുള്ള മഴ കാരണം പല നെൽ കർഷകർക്കും വിളവെടുക്കാൻ കഴിയാതെ വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. കർഷകരെ സഹായിക്കുന്നതിനായി ഷേത്കർ ആധാർ നിധി എന്ന സംസ്ഥാന പദ്ധതി വഴി നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഒരു ഹെക്ടറിന് 40,000 രൂപയും പരമാവധി 4 ഹെക്ടറിന് 1.6 ലക്ഷം രൂപ വരെയും നഷ്ടപരിഹാരം ലഭിക്കും. 2025 ഡിസംബറിനകം ഇത് കർഷകരിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അടൽ സേതുവിൽ വാഹനാപകടം, ഗതാഗതം തടസ്സപ്പെട്ടു. അടൽ സേതു പാലത്തിൽ മഴയിലുണ്ടായ വാഹനാപകടത്തിൽ ഗതാഗതം താറുമാറായി. 5ഓളം വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടത്തിൽ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മഴയും മൂടിക്കെട്ടലും ഗതാഗത തടസ്സത്തിന് കാരണമായതായി റിപ്പോർട്ടുകളുണ്ട്. പാലത്തിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മഴ മൂലം പാലത്തിൽ കെട്ടിക്കിടന്ന വെള്ളം ഒരു വണ്ടി മറ്റൊരു കാറിന്റെ വിൻഡ്ഷീൽഡിലേക്ക് തെറിപ്പിച്ചപ്പോൾ ഡ്രൈവറിന് കാഴ്ച നഷ്ടപ്പെടുകയും ബ്രേക്ക് ചവിട്ടുകയും ചെയ്തു. ഇതേ തുടർന്ന് പുറകിൽ വന്ന വാഹനങ്ങൾ ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടം ഉടൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പട്ടികകളുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ 2ാം ഘട്ടം ഉടൻ ആരംഭിക്കും. ഗോവ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവ ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രശാസന മേഖലകളിലും നടക്കുന്ന ഈ പരിഷ്കരണം 51 കോടിയിലധികം വോട്ടർമാർക്ക് ബാധകമാണ്. നവംബർ 4, 2025 മുതൽ ആരംഭിക്കുന്ന വീടുകൾ സന്ദർശിച്ചിട്ടുള്ള പരിശോധനയിൽ 2002-2005 കാലഘട്ടത്തിലെ പട്ടികകളുമായി ബന്ധിപ്പിക്കുകയോ ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ഹാജരാക്കുകയോ വേണം. ഫെബ്രുവരി 7, 2026 അവസാന പട്ടിക പുറത്തിറങ്ങും. ഇത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.